ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന 10th ലെവൽ പ്രിലിംസിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നു. കൺഫർമേഷൻ മാത്രമല്ല, ഏകദേശം പരീക്ഷാ തീയതി കൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് പ്രിലിംസിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നു, പരീക്ഷാ തീയതി. ഇനി എന്താണ് വേണ്ടത്? ഇനി തയ്യാറെടുപ്പിന് വേഗത കൂട്ടുകയാണ് വേണ്ടത്, അല്ലേ? നമ്മുടെ പരീക്ഷയിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 10th ലെവൽ പ്രിലിംസ്, അതായത് 10th ലെവൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സ്റ്റോർമാൻ, പിന്നെ നമ്മുടെ വെബ്കോ LTC. ഇങ്ങനെ 3 എണ്ണമാണ്. ഈ 3 തസ്തികകളാണ് നമുക്ക് ഈ പറയുന്ന 10th പ്രിലിംസിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഇത് കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ട്രെയിനിയിലേക്കുള്ള കൺഫർമേഷൻ കൊടുക്കാനും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തവർ കൃത്യമായി നോക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക, ഇപ്പോൾ മുതൽ കൺഫർമേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇന്ന് മുതൽ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 11 മെയ് 11 വരെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് 10th ലെവൽ പ്രിലിംസിന്റെ കൺഫർമേഷൻ ആണ്, കൃത്യമായി മനസ്സിലാക്കുക. കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ വെബ്കോ LDC, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് സ്റ്റോർമാൻ, ഇത് 3ഉമാണ് 10th ലെവൽ പരീക്ഷയുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, 10th ലെവൽ പരീക്ഷയുടെ ഭാഗമായിട്ട് വരുന്നത്. കൃത്യമായി ആ 3 പരീക്ഷയിൽ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അത് വരാത്ത ആളുകളുണ്ടെങ്കിൽ, ഈ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക. പ്രൊഫൈലിൽ കയറിയിട്ട് ഈ പറയുന്ന 3 തസ്തികയ്ക്കും കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ തീയതികൾ കൃത്യമായി നോക്കുക. കൺഫർമേഷന്റെ തീയതിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്, മെയ് 11. മെയ് 11 ഈ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. പരീക്ഷ നടക്കാനുള്ള തീയതി അതിൽ പറയുന്നത് ജൂലൈ 4. ജൂലൈ 4 പരീക്ഷ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു കൺഫർമേഷൻ കൊടുക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ 10th ലെവൽ പ്രിലിംസിന്റെ ഒന്നാം ഘട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ 2 or 3 ഘട്ടമായിട്ടായിരിക്കും പരീക്ഷ നടക്കാൻ സാധ്യത. ഒരുമിച്ച് നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി ഒറ്റ ഘട്ടമായിട്ട് നടത്താനുള്ള സാധ്യത കുറവാണ് പ്രിലിംസ്. അതുകൊണ്ട് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ജൂലൈ 4 അത് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും. ജൂലൈ 4 ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ് കൃത്യമായി പഠിക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ഇനി അത്രയേ തീയതി അല്ലെങ്കിൽ ദിവസം ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഏകദേശം 2 മാസം എന്ന് മാത്രം, അതായത് 60 ദിവസം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ആ 60 ദിവസം നന്നായി അധ്വാനിച്ചാൽ മാത്രമേ ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസിലേക്ക് കടക്കാൻ പറ്റൂ. ഒന്ന് കമ്പനി ബോർഡ് LGS ആണ്, മറ്റൊന്ന് വെബ്കോ LDC ആണ്. രണ്ടിനും നല്ല രീതിയിലുള്ള കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കണം. കട്ട് ഓഫ് 80+ നമ്മൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പഠനം ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രിലിംസ് പാസ്സായി പിന്നീട് 2 or 3 മാസം കൊണ്ട് നടക്കാൻ വേണ്ടി പോകുന്ന മെയിൻസ് പരീക്ഷ, 10th ലെവൽ മെയിൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 60 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്, 80+ കട്ട് ഓഫ് എന്ന ഒരു ലക്ഷ്യവും. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അപ്പോൾ കമ്പനി ബോർഡ് LGS ആണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ജോലിയിലേക്ക് എടുക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തുക. PYQയും SCRT ഒക്കെ കൃത്യമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൺഫർമേഷൻ കൃത്യമായി വന്നിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ഈ ഒരു പരീക്ഷയ്ക്ക് കൊടുത്തവർ പോയി പ്രൊഫൈലിൽ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പരീക്ഷ എഴുതുന്നില്ല അല്ലെങ്കിൽ എഴുതാൻ സാധ്യതയില്ല എന്നാണെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് ബ്ലോക്കിംഗ് നടപടികൾ PSC ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അതിന്റെ പിന്നാലെ നടക്കേണ്ട പണികളൊക്കെ ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ പരീക്ഷ എഴുതുമെന്ന് ഉറപ്പുള്ള ആളുകൾ എന്ത് ചെയ്യുക? തീർച്ചയായും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക, കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. ഒന്നും ചിന്തിക്കരുത്. ഇനി അങ്ങോട്ട് പഠനത്തിന് 2 മാസം നിങ്ങൾ എന്ത് ചെയ്യുക? 60 ദിവസം ഒന്നും ചിന്തിക്കാതെ ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക. പ്രിലിംസ് കയറി പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ മെയിൻസിന് വേണ്ടിയും പഠിച്ച് തുടങ്ങുക. ആ പഠിത്തം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനി നവംബറിൽ വിജ്ഞാപനം വരാൻ പോകുന്ന LDC LGS പരീക്ഷ കൂടി അത് നിങ്ങൾക്ക് ഉപകാരമാകും. അതുകൊണ്ട് നന്നായി തന്നെ തയ്യാറെടുക്കുക. ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കയറാൻ പറ്റും. 2027 തന്നെ ജോലിക്ക് കയറാൻ നമുക്ക് ഈ 10th ലെവൽ പ്രിലിംസ് തുണയാകും. അപ്പോൾ ആ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും മറ്റുമൊക്കെ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.